സമയത്തിൻ്റെ എല്ലാ പ്രാധാന്യവും പരിമിതിയും സാധ്യതയും മുഖവിലക്കെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടണം, ഉത്ബുദ്ധത ഉണ്ടാക്കണം എന്ന പ്രാർത്ഥന ബോധ്യത്തോടെ ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹമായിട്ടാണ് സമയം സംവിധാനിച്ചിട്ടുള്ളത്. മരിച്ച ആളുകൾക്ക് നഷ്ടപ്പെട്ടതും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി എത്ര സെക്കൻഡുകൾ, എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ, എത്ര ദിവസം, എത്ര ആഴ്ചകൾ, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ എന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ അനിശ്ചിതാവസ്ഥയുമുള്ളതാണ് സമയം എന്ന് പറയുന്നത്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. ദഖാത്തു ഖൽബിൽ മർഇ, മനുഷ്യന്റെ ഹൃദയമിടിപ്പ് അവനോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നൽ ഹയാത്ത, തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത്, ദഖായിഖും വസവാനി, അത് ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്ന്. വളരെ കുറഞ്ഞ കാലയളവാണ് നമുക്ക് ഈ ലോകത്ത്, ഈ നൈമിഷികമായ നശ്വരമായ ഈ ലോകത്ത് ജീവിക്കുവാനുള്ളത്. ആർക്കൊക്കെ എത്രത്തോളം ആയുഷ് ദൈർഘ്യമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത പരിമിതിക്ക് നടുക്കാണ് നമ്മുടെ ദാമ്പത്യ, കുടുംബ, സാമൂഹിക, സാമ്പത്തിക, ഉപജീവന മേഖലകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്നവർ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇടത്താവളം എന്ന നിലക്ക് സംവിധാനിച്ചിട്ടുള്ള ഐഹിക ജീവിതത്തിലെ സമയ, സന്ദർഭ, സൗകര്യങ്ങളെ അമൂല്യമായി, വാല്യബിളായി, അനുഗ്രഹീതമായി, ഫലപ്രദമായി, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിവേകികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ളത്, അനുഗുണമായിട്ടുള്ളത്. അള്ളാഹു അത്തരത്തിലുള്ള വിവേകമതികളിലും ബുദ്ധിശാലികളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, 6000-ൽ പരം ആയാത്തുകളുമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സമയത്തിൻ്റെ, കാലത്തിൻ്റെ ഭിന്ന ഭാഗങ്ങൾ പരാമർശിക്കപ്പെടുന്ന പദങ്ങളും അധ്യായ നാമങ്ങളും ആയാത്തുകളും വിശുദ്ധ ഖുർആനിലൂടെ കണ്ണും കൽബും ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനും തിരിച്ചറിയാനും കഴിയും. ഞാൻ ആമുഖമായി ഓതി വെച്ച 30-ാം ജുസ്ഇലെ ഒരു ചെറിയ അധ്യായം, എൻ്റെ ഓർമ്മയിൽ 103-ാമത്തെ അധ്യായം ആണ് എന്ന് തോന്നുന്നു. സൂറത്തുൽ അസ്ർ, സമയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പ്രയോഗം, അധ്യായ നാമം. കാലം എന്നാണ് അതിന് പറയുക. കാലം സാക്ഷിയാണ് എന്നാണ്. കാലത്തെ പടച്ച റബ്ബ് സാക്ഷ്യപ്പെടുത്തുകയാണ്, സത്യപ്പെടുത്തുകയാണ്. അഥവാ നമ്മൾ എന്തൊക്കെ ചെയ്താലും ചെയ്യാതിരുന്നാലും അതിനൊക്കെ കാലം സാക്ഷിയാണ്. ഇന്ന കാലയളവിലൂടെ നിങ്ങൾ കഴിഞ്ഞു പോകേണ്ടി വരും, അല്ലെങ്കിൽ കഴിഞ്ഞു വരും. എന്നിട്ട് നിങ്ങൾ എത്രത്തോളം ചെയ്തു, എന്തൊക്കെ നിർവഹിച്ചു എന്നതിന് കാലം സാക്ഷ്യം വഹിക്കും. വൽ അസ്ർ, കാലത്തെ പടച്ച റബ്ബ് സത്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയാൻ. മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. അപ്പോൾ സമയവും സംവിധാനങ്ങളും ഒക്കെ ലഭിച്ചിട്ടും മനുഷ്യർ നഷ്ടത്തിലാകാനുള്ള കാരണവും നഷ്ടത്തിലാകാതിരിക്കുവാനുള്ള ശ്രദ്ധയും ശ്രമവും ഏത് വിഷയത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് തുടർ സൂക്തങ്ങളിലൂടെ പടച്ച റബ്ബ് നമ്മെ അറിയിക്കുകയാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആയത്തിന്റെ അർത്ഥം പറയാതെ തന്നെ ആ 4 കാര്യങ്ങൾ വിശുദ്ധ ഖുർആനുമായി അങ്ങേയറ്റത്തെ അനവധി വർഷമാസ ബന്ധം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എങ്കിൽ നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, ഈമാൻ ശരിയാകണം.
ഈമാൻ ശരിയായി ജീവിതത്തിൻ്റെ സമയ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആ ഈമാൻ അനുസരിച്ച് അമലു സ്വാലിഹാത്ത് സൽക്കർമ്മ വൈവിധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തി സൽക്കർമ്മ നിരതമായി ജീവിക്കുന്ന സമയമത്രയും സ്വാർത്ഥമായ ജീവിതമല്ല വേണ്ടത്, മറിച്ച് മാനവതയുടെ മോക്ഷത്തിന് വേണ്ടി എളിയ വലിയ അധ്വാനങ്ങളും ശ്രമങ്ങളും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനെയാണ് വതവാസൗ ബിൽ ഹഖ്, ഈ ഹക്ക്, ഈ സത്യം, ഈ യാഥാർത്ഥ്യം പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് മനുഷ്യരോടാണ് നിനക്ക് പറയാനുള്ളത്, മനുഷ്യരോടാണ് നിനക്ക് സംസാരിക്കാനുള്ളത്, മനുഷ്യരാണ് നിന്റെ പ്രബോധിത സമൂഹം. മനുഷ്യർ എന്ന് പറഞ്ഞാൽ വിഭിന്നരാണ്, വ്യത്യസ്തരാണ്. ഖുലൂബുഹും ശത്താ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സഅയക്കും ശത്താ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമുള്ള പ്രകൃതത്തിന്റെ, നാച്ചുറിന്റെ ആളുകൾ എന്ന നിലക്ക് അങ്ങേയറ്റത്തെ സഹനം വേണ്ടി വരും, ക്ഷമ വേണ്ടി വരും, അവധാനത വേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സത്യം പരസ്പരം പങ്കുവെച്ചു കൊണ്ടിരിക്കണം എന്ന് പടച്ച റബ്ബ് പറയുകയാണ്. അപ്പോൾ കാലത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റീവായി ഒരു മുസ്ലിം നിർവഹിക്കേണ്ട, ഒരു വിശ്വാസി നിർവഹിക്കേണ്ട, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം നിർവഹിക്കേണ്ട കാര്യം ഒരു ചെറിയ അധ്യായത്തിലൂടെ വലിയ വിഷയമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനോമുകുരത്തിലേക്ക് നൽകുകയാണ്. അപ്പൊ കാലത്തെ അവിടെ സത്യപ്പെടുത്തുകയാണ്. ഇനി മറ്റു ചില അധ്യായങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ സൂറത്തു ശംസ്, സൂര്യൻ അല്ലേ, വശംസി വളുഹാഹ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ സമയത്തിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ രണ്ട് ഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തുകയാണ്. വല്ലൈൽ, രാത്രി തന്നെയാണ് സത്യം. വന്നഹാർ, പകൽ തന്നെയാണ് സത്യം. സൂറത്തുൽ ദുഹ, പൂർവാഹന സമയം. വദ്ദുഹ, പൂർവാഹന സമയം തന്നെയാണ് സത്യം. 86-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാത സമയത്തെ സത്യപ്പെടുത്തുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ വലയാലിൻ അശ്ർ എന്നതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹ് കൊടുത്ത വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമാകാൻ ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിനങ്ങളിൽ നമുക്ക് സാധിച്ചു. അള്ളാഹു കർമ്മങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നിസ്വാർത്ഥമായി, നിഷ്കപടമായി, നിഷ്കളങ്കമായി നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളൊക്കെ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. ആ കർമ്മങ്ങൾക്കെല്ലാം തുടർച്ചയുണ്ടാക്കുന്ന വിശുദ്ധരിലും വിജ്ഞാനികളിലും വിശ്വാസികളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അഥവാ ഒരു സമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തെ സത്യപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളിൽ, വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ആലോചനകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ നാളെ പരലോകത്ത് ഒരടിമക്ക് തൻ്റെ കാൽപാദം മുന്നോട്ട് ഗമിപ്പിക്കാൻ, എടുത്തു വെക്കാൻ, അനക്കാൻ, ചലിപ്പിക്കാൻ സാധ്യമല്ല. 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷമല്ലാതെ, അതിൽ യുവത്വത്തെക്കുറിച്ച് ചോദ്യമുണ്ട് അല്ലെ, സമയത്തെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സമയം വെറുതെ അങ്ങ് വേസ്റ്റാക്കി, എയിംലെസ് ആക്കി, അലക്ഷ്യമാക്കി, അലസമാക്കി, ഉദാസീനത ഉള്ളതാക്കി അങ്ങനെ മുന്നോട്ട് പോവുക എന്ന എയിംലെസ് ലൈഫ് ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല എന്ന വിധത്തിലാണ് പ്രമാണങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെയും പ്രവാചകൻ പറഞ്ഞു, അസ്സിഹ വൽ ഫറാഗ. മിക്കവാറും ആളുകൾ, ഓൾമോസ്റ്റ് പീപ്പിൾ, മിക്കവാറും ആളുകൾ മനുഷ്യരിൽ വഞ്ചിക്കപ്പെടുന്നത് 2 വിഷയത്തിലാണ്, 2 കാര്യത്തിലാണ്. ഒന്ന്, ഹെൽത്ത്, ആരോഗ്യം ഉണ്ടാകുമ്പോൾ അള്ളാനെ മറക്കുന്ന ആളുകൾ. ആരോഗ്യമുള്ള സമയത്ത് പടച്ച റബ്ബിനെയും പടപ്പുകളെയും മറക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ഒഴിവ് സമയത്തും എന്താണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ ലിറ്ററസി ഇല്ലാത്ത, സാക്ഷരതയില്ലാത്ത ആളുകൾ, അല്ലെ, അവരൊക്കെ നഷ്ടത്തിലാണ്, വഞ്ചിക്കപ്പെടുകയാണ് അവര്. ആരോഗ്യവും ഒഴിവ് സമയവും എത്രമേൽ ഹൃദ്യമായി, കൃത്യമായി, വ്യക്തമായി, ശക്തമായി, സജീവമായി, സക്രിയമായി സാമൂഹ്യ പ്രധാനമായ വിഷയങ്ങൾക്ക് വേണ്ടി കുടുംബ, സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക, വൈയക്തിക നന്മകൾക്ക് വേണ്ടി
ഉപയോഗപ്പെടുത്തണം എന്ന് അറിയാത്ത ആളുകളൊക്കെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഐഹിക ജീവിത വിഷയത്തിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ വിഷയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അറിയിക്കുകയാണ്. പിന്നെ മറ്റൊരു ഹദീസ്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നീ 5 കാര്യങ്ങൾക്ക് തീർച്ചയായും നീ കൊടുക്കണം, പ്രയോറിറ്റി ആൻഡ് പ്രിഫറൻസ്, പ്രഥമ പരിഗണന കൊടുക്കണം, മുൻഗണനാക്രമം കൊടുക്കണമെന്ന് പ്രവാചകൻ പറയും. ഈ ഹദീസുകളൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതൊക്കെ പ്രൗഢമായ പ്രഭാഷണങ്ങളിലൂടെയും സരളമായ സംസാരങ്ങളിലൂടെയും ഖുതുബകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും പഠന ക്യാമ്പുകളിലൂടെയും ആയാത്തുകളുടെ വായനകളിലൂടെ ഹദീസുകൾ ചേർത്ത് വെക്കപ്പെട്ട വിശകലനങ്ങളിലൂടെയും പലപ്പോഴായി നമ്മൾ കേട്ടതാണ്. പക്ഷേ പ്രയോഗവൽക്കരിച്ച് അങ്ങനെ ലക്ഷ്യം കണ്ടെത്തിയവർ നമ്മിൽ എത്ര പേരുണ്ട് എന്നാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ, ഈ വിജ്ഞാന വേദിയിൽ ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തി നമ്മുടെ ഈ ജീവിത യാത്രക്കിടക്ക് വീണ്ടും സതുപദേശം എന്ന നിലയ്ക്ക് ഈ വിഷയം സെലക്ഷൻ നടത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മർമ്മം നമ്മുടെ കർമ്മം നന്നാകണം എന്നതിന് വേണ്ടിയാണ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങളെ നിങ്ങൾ പരിഗണന കൊടുക്കണമെന്നാണ്. അതിൽ പലതും പറയുന്നുണ്ട്. യുവത്വത്തെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. ഖബ്ല ഹരിമിക്ക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പുള്ള യൗവനം, അർശിന്റെ തണൽ ലഭിക്കുന്നതിന് വേണ്ടി നീ അങ്ങേയറ്റം യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം എന്നാ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ത്യാഗനിർഭരമായ സ്മരണകൾ അയവിറക്കപ്പെടുന്ന സവിശേഷമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗമത്തിലും സംസാരത്തിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം എന്നാണ് ഖുർആനിൽ എൻ്റെ ഓർമ്മയിലെ. അദ്ദേഹം ഒരു യുവാവാണ്, ചെറുപ്പക്കാരൻ, പേര് വിളിക്കപ്പെടുന്നത് ഇബ്രാഹിം എന്നാണ്. ആ ഇബ്രാഹിം ചെയ്തതായിരിക്കാം ഇത് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തി, ഒരു സമൂഹം ഒന്നടങ്കം നിർവഹിക്കുന്ന കർമ്മവസന്തം വിരിയിച്ചത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഉമ്മത്തൻ ഖാനിത, വിധേയപ്പെട്ട ഒരു ഉമ്മത്താണ് താങ്കളെന്നും, ജീവിത നിയോഗത്തിന്റെ സർവസ്പന്ദന തലങ്ങളും താങ്കൾ സമ്പൂർണമായി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന വിശേഷണത്തിന് അർഹത നേടിയെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാവായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്, യൗവന സമയത്തെ ഏറ്റവും നന്നായി നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ തണൽ ലഭിക്കാത്ത സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന സൗഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഓഫർ ഒരാൾക്കും നൽകാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ വേണ്ടത്? യൗവന സമയത്തെ ഏറ്റവും നല്ല നന്മകളിൽ ഉപയോഗപ്പെടുത്തുക. എന്നാൽ എല്ലാ തിന്മകൾക്കും വേണ്ടി ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തി അവസാനം രാജ്യത്തിന് ഭാരമായി മാറുന്ന യൗവനങ്ങൾ, അതേപോലെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന, അതിലേറെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും മനോവ്യതകളും രക്ഷിതാക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഒരു നാട്ടുകാർക്കും മഹല്ല് സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് അധർമ്മങ്ങളിലേക്കും ലഹരികളിലേക്കും അധാർമികതകളിലേക്കും ഒക്കെ മെല്ലെ മെല്ലെ യൗവന സമയത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്കും, ആ വ്യക്തി ഉൾക്കൊള്ളുന്ന കുടുംബത്തിനും, ആ കുടുംബം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും, മഹല്ലിനും, സമുദായത്തിനും, രാജ്യത്തിനും ഒക്കെ അത് നഷ്ടമാണ്. പ്രവാചകൻ പറഞ്ഞത് നീ പരിഗണിക്കണം നിന്റെ യൗവനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മക്ക് വേണ്ടി നീ പരിഗണിക്കണം നിന്റെ യൗവന സമയത്തെ എന്നാണ്. അല്ലെ, ഹജ്ജിന്റെ സമയത്ത് തവാഫുൽ വിദാ, തവാഫുൽ ഇഫാദ എന്നൊക്കെ ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥന റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സമയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവർലാസ്റ്റിംഗ് ആൻഡ് ഇറ്റേണൽ ലൈഫ്, അനശ്വര ജീവിതത്തെ സംബന്ധിച്ചും അതിൽ സമയം ഉപയോഗപ്പെടുത്തേണ്ടതിനെ കുറിച്ചുമൊക്കെയാണ് സംസാരമെങ്കിലും ഒരു വിശ്വാസി തന്റെ സമയത്തെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. അഥവാ ഇസ്ലാമിക് ലൈഫ് എന്ന് പറയുന്നത് ഏത് പ്രായക്കാരായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മുടെ സമയം ദുനിയാവിലെ ഹസനത്ത് നന്മ നമുക്കുണ്ടാകണം, നമ്മുടെ കുടുംബത്തിനുണ്ടാകണം, അക്കാഡമിക്കായി, എഡ്യൂക്കേഷൻ രംഗത്ത്, മോറലായി, മൊറാലിറ്റി, എല്ലാ ഫാമിലി ഏതൊക്കെ മേഖലകളിലാണോ നമുക്ക് നിലനിൽപ്പ് വേണ്ടത് എങ്കിൽ ആ മേഖലകളിലെ എല്ലാം നന്മകളെ നിനക്ക് ലഭിക്കുന്ന കൗമാര യൗവന പ്രായ വ്യത്യാസങ്ങളിലും അതേപോലെ തന്നെ പ്രായ വൈവിധ്യ യാത്രകളിലും ഒക്കെ നിനക്ക് നേടിയെടുക്കാം. അതിന് ഇസ്ലാം എതിരല്ല. അതാണ് അതിന ഫിദ്ദുനിയ ഹസന
പക്ഷേ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വഫിൽ ആഖിറ, പരലോകത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണം. കാരണം ദുനിയാവിൻ്റെതെല്ലാം നിമിഷങ്ങൾക്ക് അത് അവസാനിക്കും. ഒരു ഗേറ്റ് വന്ന് ഓട്ടോമാറ്റിക് ഗേറ്റ് അടഞ്ഞു, കുഞ്ഞ് മരിച്ചു എന്ന വാർത്ത വായിച്ചിട്ടാണ് ഇന്നത്തെ പ്രഭാതം മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാവ് മുതൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. +1 സീറ്റ് അലോട്ട്മെന്റ് കിട്ടി ചേരാൻ വേണ്ടി യാത്ര തിരിക്കുന്ന മാതാവും പിതാവും ആ മകളും യാത്ര ചെയ്ത വാഹനം ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ടു 3 പേരും മരിച്ചു എന്ന വാർത്ത കൂടി നമ്മൾ പത്രത്തിലൂടെ വായിച്ചറിയുകയാണ് അല്ലെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചറിയും. അപ്പൊ ദുനിയാവിന്റെ ഹസനത്ത് ഹലാലായ രൂപത്തിൽ നേടാം. പക്ഷേ അൽകയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി, യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് അൽകയ്യിസു മൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ ഒരടുക്കും ചിട്ടയും അച്ചടക്കവും നിയന്ത്രണവും ഒക്കെ വരുത്തുക. എന്നിട്ട് വഅമില ലിമാ ബഅദൽ മൗതി, അനശ്വരമായ അനിഷേധ്യമായ അലംഘനീയമായ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണം എന്നാണ്. നമ്മുടെ സമയം, നമ്മുടെ സെക്കൻഡുകൾ, അതേപോലെ നമ്മുടെ മിനിറ്റുകൾ, മണിക്കൂറുകൾ, നമ്മുടെ സാന്നിധ്യം എല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ദുനിയാവിന്റെ നന്മക്കായിരുന്നാലും അതിലൂടെ പരലോകത്ത് എനിക്ക് സാധ്യതകൾ ഉണ്ട് എന്നിടത്തെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ, ഇടപെടാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടുള്ളൂ, അതേപോലെ സഹവസിക്കാനും സമീപിക്കാനും നമ്മൾ പാടുള്ളൂ എന്നാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലായിരുന്നാലും സാമൂഹിക ഇടങ്ങളിലായിരുന്നാലും ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഈ 3 കാര്യങ്ങളും സാർത്ഥകമാക്കി തീർക്കുന്നതിന് നമ്മൾ സമയം ചെലവഴിക്കാൻ പാടുള്ളൂ, നമ്മൾ സാന്നിധ്യം കൊടുക്കാൻ പാടുള്ളൂ, നമ്മുടെ ഹോൾഡ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ശബാബ്, യൗവനം വലിയ വിഷയമാണ്. അതേപോലെ തന്നെ 5 കാര്യങ്ങളിൽ പറഞ്ഞതിൽ അതിന് അല്ലെ ശുഗലിക ഖബല ശുഗലിക ഫറാഅക ഖബല ശുഗലിക, നീ ബിസിയാകും, തിരക്ക് പിടിച്ച ജീവിതം ഉണ്ടാകും. അതിന്റെ മുമ്പേ നിനക്കൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടാകും. ആ ഒഴിവിനെ നീ ഉപയോഗപ്പെടുത്തണം. ആ ഒഴിവ് കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തൂല, എന്നിട്ട് ബിസിയെ വീണ്ടും ബിസിയാക്കി തീർക്കുന്ന, അങ്ങനെ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു ഹദീസ് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ പോകുക. അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി എന്ന് പറയുന്നത് ശൈത്താനിൽ നിന്നാണ് എന്നാണ്. ഒഴിവ് സമയത്ത്, സമ്മർ വെക്കേഷനിൽ, ഓഫ് ഡേകളിൽ, ഒഴിവ് കിട്ടുന്ന മണിക്കൂറുകളിൽ പ്ലാനിങ് നടത്തി, ആസൂത്രണം നടത്തി എൻഗേജ്മെന്റിലേക്ക് കടക്കുമ്പോൾ ആ എൻഗേജ്മെന്റിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരിക്കലും അസ്വസ്ഥതകളില്ലാത്ത വിധത്തിൽ സന്തുലിതമായി സമാധാനപൂർണമായി സംതൃപ്തിയോടെ കാര്യങ്ങൾ നീക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നീ നിന്റെ ലൈഫിനെ മെച്ചപ്പെടുത്തണം എന്നാണ് അൽ അജലതു മിനശ് ശൈത്താൻ എന്നതിൻ്റെ കോർ പോയിന്റ്, അകക്കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ധൃതി വേണ്ട. ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒഴിവിന് ശേഷം വരാനുള്ളതിനെ കുറിച്ച് ആദ്യം ആലോചിക്കണം, എന്നിട്ട് അതിനനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നതുമായിട്ടാണ് ആദ്യം ആലോചിച്ചത്. കാരണം എന്താ, 8:55 മലബാർ കിട്ടിയാലേ എനിക്ക് തുടർന്ന് അങ്ങോട്ടുള്ള എൻ്റെ പ്ലാനിങ് കൃത്യമായി നടപ്പിലാവുള്ളൂ. കാരണം ഇന്ന് മേപ്പയ്യൂരെത്തി, അവിടുന്ന് വീണ്ടും വാഹനത്തിൽ കോഴിക്കോടെത്തി, അവിടെ നിന്ന് രാത്രി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ കോട്ടക്കൽ ഒരു നിക്കാഹുണ്ട്, അതിന് 10:30 മണിക്ക് കോട്ടക്കൽ എത്തണം, അത് കഴിഞ്ഞിട്ട് തിരൂരെത്തണം. അപ്പൊ അതിന് നാളെ അത് ധൃതിപ്പെട്ട് ഹർബറിയായി മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്ലാനിങ് ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റിലാക്സ് ആയിട്ട് സമയം കിട്ടുന്ന സമയത്ത് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് തർത്തീബ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒരു പ്രയാസം ഉണ്ടാകൂല. ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്തും അങ്ങനെ തന്നെ കോളേജിൽ നിന്ന് ഖുതുബക്ക് എത്തി വടകര, ഖുതുബ നിർവഹിച്ചു. അതിന്റെ മുമ്പ് തന്നെ ഇന്നലെ രാത്രി തന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അതുപോലെ അജലതു മിനശ് ശൈത്താൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ധാരണയുണ്ട്. കാരണം അജലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പ്രയാസമായി തീരും, കംപ്ലീറ്റ് ഡിസോർഡർ ആകും. അത് ഖുതുബയെ ബാധിക്കും, യാത്രയെ ബാധിക്കും, ഡ്രൈവിങ്ങിനെ ബാധിക്കും, ഉറക്കത്തെ ഉണർച്ചയെ ബാധിക്കും, എല്ലാത്തിനെയും ബാധിക്കും. ഈവൻ ഒരു മെസ്സേജ് പോലും നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നിടത്ത് ധൃതി ബാധിക്കും, പോയിന്റുകൾ നഷ്ടപ്പെടും. അല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളും നമ്മുടെ മക്കളൊക്കെ തിരിച്ചാൽ ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക് ലൈഫ്, നമ്മുടെ ഈ സമയം, നമ്മുടെ ഈ ഐഹിക ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ മീനിങ് ഫുൾ ആയിട്ട്, എങ്ങനെ ടെൻഷൻലെസ് ആയിട്ട് ഓരോ ജീവിതത്തിന്റെ സമയ സന്ദർഭങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും വർഷങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്താം എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാല ഉണ്ട്. അല്ലേ? പ്രവാചകന്റെ ആ പാഠശാലയിൽ നിന്ന് വിശ്വാസ കാര്യം, അനുഷ്ഠാന മുറകൾ, ആരാധനകൾ, ഇപ്പൊ മണിക്കൂറുകൾക്കിടക്ക് 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം പങ്ക്ച്വലായിരിക്കുന്നതാണ്.
കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും. എന്നാൽ ഇസ്ലാമിക ഉമ്മത്ത് കൃത്യനിഷ്ഠയില്ല എന്ന് പറയാ. വാട്ട് ഈസ് ഇറ്റ്സ് റീസൺ? എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? പങ്ക്ച്വലല്ല നമസ്കാരത്തിൽ. 5 വക്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് റൊട്ടീനാണ് അല്ലെ? മാസങ്ങൾക്കിടക്ക് റമദാൻ കടന്നു വരിക, ഒരായുഷ്കാലത്തിനിടക്ക് ഹജ്ജ് നിർവഹിക്കുക, സാമ്പത്തിക രംഗത്ത് സക്കാത്ത് നിർവഹിക്കുക, ദിവസങ്ങൾക്കിടക്ക് ഇസ്ലാമിക ഉമ്മത്ത് സംഗമിക്കുന്ന ജുമഅയിൽ പങ്കുകൊള്ളുക, വ്യക്തിപരമായി മണിക്കൂറുകൾക്കിടക്ക് എന്നാൽ സംഘടിതമായി കൊണ്ടും ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കുചേരുക. ഇത് റൊട്ടീനാണ്, എല്ലാം ടൈം ബൗണ്ടഡാണ്. മനസ്സിലായില്ലേ? ടൈമുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ മണിക്കൂറുകൾ കിടക്കും, ദിവസങ്ങൾ കിടക്കും, മാസങ്ങൾ കിടക്കും, ആയുഷ്കാലത്തിനടക്കും അനുഷ്ഠാനമുറകളിലൂടെ സമയക്രമീകരണം നൽകപ്പെട്ട ഉമ്മത്തിലെ അംഗങ്ങളും ജനറേഷനും ഇന്ന് എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീനേജ് ഒക്കെ സ്ക്രീനേജ് ആയി മാറി. ഓൾഡ് ഏജും അല്ലെങ്കിൽ എൽഡർ ഏജും ഒക്കെ കംപ്ലീറ്റ് സ്ക്രീനേജ് ആയി മാറി. അല്ലേ? കാരണം എല്ലാവരും ഒരു സ്ക്രീനിന്റെ ഉള്ളിലാണ്, എല്ലാവരും റീൽസിന്റെ ഉള്ളിലാണ്. കുട്ടികൾക്ക് കോളേജിൽ ഒരു ഇന്റർവെല് കിട്ടിയാൽ മൊബൈൽ എടുക്കുകയാണ്, റീൽസ് നോക്കുകയാണ്. ക്ലാസ്സിൽ തന്നെ ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ മൊബൈലിലേക്ക് കൈ പോകുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മൊബൈൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് സ്വസ്ഥമായി ഒന്ന് ഇരിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അസംഭവ്യമെന്ന് പറയാൻ പറ്റുന്ന തലത്തിലേക്ക് എത്തുകയാണ്. ഇനി എന്തായിരിക്കും അവസ്ഥ? AI കാലം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലം, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 വർഷം കൊണ്ട് 2040 ആകുമ്പോഴേക്ക് ലോകം ഇന്നത്തെ ഈ ടെക്നോളജി സെറ്റപ്പിൽ നിന്ന് 10,000 വർഷത്തെ മാറ്റങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാൻ. അതായത് AI ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു കോളേജിലെ എല്ലാ സ്റ്റാഫിനും. അപ്പോൾ അതിന് ചെന്നൈയിൽ IIT വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അത് ലീഡ് ചെയ്തിരുന്ന ഫാക്കൽറ്റി. അദ്ദേഹം പറയണത് 10 വർഷം കൊണ്ട് 10,000 വർഷത്തെ മാറ്റങ്ങളിലേക്ക് എടുത്തെറിയപ്പെടാൻ. അല്ലേ? പണ്ടൊക്കെ നമ്മളെ കയ്യിൽ മൊബൈൽ അല്ലെങ്കിൽ പഴമക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടെക്നോളജി കണ്ട് ബോധം കെട്ട് വീണ്ടും മക്ബറയിലേക്ക് കബറിലേക്ക് പോകേണ്ടി വരും. ആ ജാതി ടെക്നോളജിയാ. വീട്ടിലിരുന്നിട്ട് സാധനം വരുത്തുക. മനസ്സിലായില്ലേ? കടം പേയ്മെന്റ് നടത്താനുള്ളതും അതേപോലെ ഒക്കെ ഓൺലൈൻ പേയ്മെന്റ്, Paytm അല്ലേ, ഫോൺ പേ, ഗൂഗിൾ പേ, GPay എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പേയ്മെന്റ് നടത്തുക. ഇതൊക്കെ ആലോചിക്കാൻ കഴിയുമായിരുന്നു? ഇല്ല. എങ്കിൽ ഇനി വിത്തിൻ 10 years 10 വർഷം കൊണ്ട് അഭൂതപൂർവമായ, അത്ഭുതകരമായ, ആശങ്കാജനകമായ, ആശ്ചര്യഭരിതമായ മാറ്റങ്ങളിലേക്ക് ലോകം എറുത്തെറിയപ്പെടുമ്പോൾ ഞാൻ എന്താകും, എൻ്റെ മക്കൾ എന്താകും എന്നതിനെ കുറിച്ച് അല്ലെ, അതേ ജോലി സാധ്യതകൾ, ജീവിത സാധ്യതകളെ, ഫിസിക്കൽ ലൈഫ്, മോറൽ ലൈഫ്, ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വിധിവിലക്കുകളിൽ, അനുഷ്ഠാന മുറകളിൽ, ഇസ്ലാമിക് ലൈഫിൽ, ഡേ നൈറ്റുകളിൽ ഒരു മുസ്ലിമിന് പ്രകൃതിപരമായി, നാച്ചുറലായി, സ്വസ്ഥപൂർണമായി മരിക്കുന്നവരെ ജീവിക്കാൻ പാകത്തിലുള്ള സെറ്റപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുണ്ട്. അതൊക്കെ ഈ സമയത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഹയാതക ഖബ്ല മൗതിക, മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ കുറിച്ച് നീ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണയ്ക്ക് വിധേയമാകുന്നതിന്റെ മുമ്പേ സ്വന്തത്തെ കുറിച്ചൊന്നും ഇങ്ങനെ വിചാരണ ചെയ്തോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തിന്റെ മുമ്പുള്ള ജീവിതം, ഇനിയും കുറെ കാലുണ്ടല്ലോ, സമയമുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഏത് സമയത്ത്, എനി ടൈം എനിവേർ വിൽ ഡൈ, നോട്ട് വിൽ ബി ഡൈ. മനസ്സിലായില്ലേ? എവിടെ വെച്ച് നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്നതിലേക്ക് വെളിച്ചം നൽകുന്ന വീഡിയോകൾ, വാർത്തകൾ, പത്രമാധ്യമ, സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നിരന്തരമായി ഡെയിലി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരുങ്ങണം, തയ്യാറായി നിൽക്കണം. എൻ്റെ മരണത്തിന്റെ മുമ്പുള്ള എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് 7-ാം സൂക്തം. അപ്പൊ ഈ ലൈഫ് കൊണ്ട്, ഈ സമയം കൊണ്ട് മരിച്ചവർക്ക് നഷ്ടപ്പെട്ടതും ഇപ്പോൾ ശ്വാസോച്ഛ്വാസങ്ങളിലൂടെ നമുക്കുണ്ട് എന്ന് അവകാശപ്പെടുന്നതുമായ 60 സെക്കൻഡുകൾ കൂടിയ ഒരു മിനിറ്റ്, 60 മിനിറ്റ് കൂടിയ ഒരു മണിക്കൂർ, 24 മണിക്കൂർ കൂടിയ ഒരു ദിവസം, 7 ദിവസം കൂടിയ ഒരാഴ്ച, 4 ആഴ്ച കൂടിയ ഒരു മാസം, 12 മാസം കൂടിയിട്ടുള്ള ഒരു വർഷം. അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ കൈവശമുള്ളത്. ഒരു ഫിലോസഫർ പറഞ്ഞതുപോലെ, ഞാനിങ്ങനെ 60 സെക്കൻഡ് കണ്ണടച്ചപ്പോ, 60 സെക്കൻഡ് ഞാൻ കണ്ണടച്ചപ്പോ 1 മിനിറ്റ് വെളിച്ചമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന്. 60 സെക്കൻഡ് കണ്ണടച്ച സമയത്ത് 1 മിനിറ്റ് വെളിച്ചമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നാണ്.
അപ്പൊ നമ്മളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള മിനിറ്റുകൾ, സെക്കൻഡുകൾ, മണിക്കൂറുകൾ, നമ്മളൊരു 10 സെക്കൻഡ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ 1 മണിക്കൂറിലെ 10 സെക്കൻഡ്, അങ്ങനെ ഓരോ മണിക്കൂർ ടോട്ടൽ ഒരു മാസത്തിൽ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു മാസത്തിലെ 250 മണിക്കൂർ വേസ്റ്റാക്കി കളഞ്ഞു എന്നാണ് ചോദ്യം ചെയ്യപ്പെടും. 250 മണിക്കൂർ വേസ്റ്റാക്കി കളഞ്ഞു. ഒരു വർഷത്തിലെ 3 മാസം വേസ്റ്റാക്കി കളഞ്ഞു. ഇതിങ്ങനെ കാൽക്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മുഹറം വരാനിരിക്കുകയാണ്. ഇസ്ലാമിക ഹിജറ വർഷത്തിലെ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. കലണ്ടറുകൾ മാറാനിരിക്കുകയാണ്. പുതുവർഷത്തിലെ ആദ്യ മാസം മുഹറം കടന്നു വരുമ്പോൾ എന്ത് പുതിയ പ്ലാനിംഗ് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും അക്കാഡമിക് ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും ഉപജീവന വഴിയിലും നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതും മെച്ചപ്പെടുത്താനുള്ളതും അവലോകനം നടത്താനുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. വിത്ത് അവർ ഫാമിലി, നമ്മുടെ ഫാമിലി അടക്കം. ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇനി ഇങ്ങനെയൊന്നും കാര്യങ്ങൾ നിർവഹിച്ചാൽ പോരാ. പടച്ച റബ്ബ് അനുഗ്രഹമായി നൽകിയ സമയത്തെ ഇനി നമ്മൾ ഈ രൂപത്തിൽ അത് മിസ് ചെയ്താൽ വലിയ അർത്ഥത്തിൽ തുസ്അലുന്ന, ചോദ്യം ചെയ്യപ്പെടും എന്നിടത്ത് ഞാനും എൻ്റെ മക്കളും ഇണയും വരും എന്ന് നമുക്ക് പറയണം. പലർക്കും ഇത് നഷ്ടപ്പെട്ടു, ജീവനും ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. ഫലസ്തീനിലെ അവസ്ഥ, റോഹിംഗ്യയിലെ അവസ്ഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവസ്ഥാവിശേഷങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണമായ നിർഭയത്വമുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവധാനതയോടെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടും പരിതസ്ഥിതിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് അതിനെ വേണ്ട വിധത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് പരലോകത്ത് നമ്മൾ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മറുപടി പറയാ? ആലോചിക്കണം. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 7-ാം സൂക്തം. ഇത് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ, ഈ ഭൂമിക്ക് മീതെ നാം അലങ്കാരവും അനുഗ്രഹങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടി? അല്ലാഹു പറയാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് അല്ലാഹ് നമുക്കിതൊക്കെ നൽകിയിട്ടുള്ളത്. ഈ ആയുസ്സും ഈ ആരോഗ്യവും ഈ സൗകര്യങ്ങളും ഒഴിവ് സമയങ്ങളും ചുറ്റുപാടും ഒക്കെ നൽകിയിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നതിന് വേണ്ടിയിട്ടാണ്. ഒരായുഷ്കാലത്തിനിടക്ക് ഏറ്റെടുക്കുന്ന അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, ജീവിത നിയോഗങ്ങൾ, ആ നിയോഗങ്ങളിലെ കാലയളവ് ഒരു മകനെന്ന കാലയളവാകാം, ഒരു മകളെന്ന കാലയളവാകാം, ഒരു ഭാര്യ എന്ന കാലയളവാകാം, ഒരു ഭർത്താവ് എന്ന കാലയളവാകാം, ഒരു അയൽവാസി എന്ന കാലയളവാകാം, ഒരു നാട്ടിൽ ജീവിക്കുന്ന സിറ്റിസൺ, ഒരു പൗരൻ എന്ന കാലയളവാകാം. ആരാകട്ടെ ജീവിതയാത്രയിൽ ഏറ്റെടുക്കുന്ന നിയോഗങ്ങളിൽ കാലയളവുകൾ നമ്മൾ ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്, വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തല്ല പറഞ്ഞത്. 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക് 2-ാം സൂക്തം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലദീ ഖലഖൽ മൗത, മരണം ആദ്യം പറഞ്ഞു, വൽ ഹയാത, ദൻ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും നാം സംവിധാനിച്ചിട്ടുള്ളത്. എന്തായാലും മരിക്കും, മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. ജനിച്ചതുകൊണ്ട് ഇനി മരിക്കും. മരണത്തിന്റെ രീതിയും രൂപം എങ്ങനെയെന്നേ നമുക്ക് അറിയാതിരിക്കുന്നുള്ളൂ. എന്തായാലും മരിക്കും. എന്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വേൾഡ് വൈഡ് എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ് മരിക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ അല്ലാഹ് പറയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അവിടെയും അതാ പറഞ്ഞത്, അഹ്സനു അമല എന്നാ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക കിട്ടിയ സമയം കൊണ്ട്. അങ്ങനെയാണല്ലോ നിസ്കാര ഏതെങ്കിലും ഒരു കോലത്തിൽ, മറ്റുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെങ്കിലൊക്കെ എന്ന നിലക്കാണ്. എന്നാൽ നമ്മുടെ സമയത്തിന്റെ സിംഹഭാഗവും ഉപയോഗപ്പെടുത്തി ദുനിയാവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിഷയത്തിൽ നമ്മുടെ പ്രൈം ടൈമുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിവേകികളായ വിശ്വാസികൾ. മനസ്സിലായില്ലേ? നമ്മളതങ്ങനെ പ്രൈം ടൈം കൊടുക്കുകയാണ്. ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, വളരെ ലളിതമായ നോർമലായ സ്ത്രീകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊരു ദിക്ർ ചൊല്ലുകയാണ് എങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്.
ആ ദിക്ർ ചൊല്ലുന്നതിനെടുക്കുന്ന സമയം, അതിൻ്റെ എഫേർട്ട്, അതിൻ്റെ രീതി, അതിൻ്റെ അർത്ഥബോധനം, ആ ദിക്റിൽ നിന്ന് ഏറ്റെടുക്കേണ്ട സന്ദേശം, ഇപ്പൊ തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകളൊക്കെ അതുകൊണ്ട് സമ്പന്നമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്തഫ സിബായി അള്ളാഹു അക്ബറിനെ കുറിച്ച് പറഞ്ഞതുപോലെ, അള്ളാഹു അക്ബർ എന്ന് നിങ്ങൾ നാവുകൊണ്ട് ചൊല്ലുന്ന തക്ബീറുകൾ ഹൃദയം കൊണ്ട് ചൊല്ലിയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ്. നമ്മൾ നാവുകൊണ്ടാണ് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, അപ്പൊ ഞാൻ പറയുന്നത് അതൊന്ന് വ്യക്തമായി, ഒന്ന് കൃത്യമായി, ഒന്ന് അർത്ഥബോധത്തോടെ മഗ്‌രിബ് നമസ്കരിച്ചു കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം എന്താ ചൊല്ലണത്, എന്തിനാ ചൊല്ലുന്നത്, അതിന് ഞാൻ എത്ര സമയം ചെലവഴിക്കണം, അത് എങ്ങനെ ചൊല്ലണം, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അത് ഏത് രൂപത്തിലാണ് നിർവഹിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിംറാർ കർമ്മത്തിൽ ഉണ്ടാക്കണം. എന്ന് റമദാനിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മം തുടർച്ചയുണ്ടാക്കുന്ന കർമ്മമാണ്. വൈകല്ല ഒന്ന് കുറഞ്ഞാലും അല്ലെ, എണ്ണം ക്വാണ്ടിറ്റി കുറഞ്ഞാലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കൃത്യമായ സമയം വിനിയോഗിച്ച് അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പതിവ്, അങ്ങനെ ഒരു പരിശ്രമം, അങ്ങനെ ഒരു മനസ്സാന്നിധ്യം, അങ്ങനെയുള്ള ഒരു സന്മനസ്, സന്നദ്ധത നമ്മുടെ സന്മാർഗത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കണ്ടേ. എന്നാൽ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തുള്ള ചെടിക്ക് നനയ്ക്കുമ്പോൾ, അതിനെങ്ങനെ പരിപാലിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൻ്റെ അകത്തും പുറത്തും വെച്ച ചെടികളെ പരിപാലിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ 10-1 നിങ്ങളുടെ മക്കളെ പരിപാലിക്കാൻ ആ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് പരിഭവങ്ങളും പ്രയാസങ്ങളും കേൾക്കേണ്ടി വരികയില്ല എന്ന്. കുട്ടികളില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്നതിനേക്കാൾ ടെൻഷനും പ്രയാസവും അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളാണ്. അല്ലേ? ഇങ്ങനെ ഒരു മകളും മകനും ഇല്ലെങ്കിൽ ഈ കോലത്തിൽ മാനം കെട്ടി ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല. നമസ്കാരത്തിന് പള്ളിയിൽ പോകുന്നതിന് എനിക്ക് ജാള്യത ഉണ്ടാകുമായിരുന്നില്ല. ആളുകൾ എന്തായി മകന് ഇറങ്ങിയോ ഇറങ്ങിയില്ലേ, MDMA പിടിച്ച് അകത്തായി 10 ഗ്രാം 20 ഗ്രാം 25 ഗ്രാം ഒരു ചാക്ക് കഞ്ചാവ് എന്നാ പറയാ. MDMA അളവ് അറിയില്ല. സ്വർണത്തിന്റെ വില പറഞ്ഞതുപോലെയാണ് MDMAന്റെ കണക്ക്. 1 ഗ്രാമിന് 5000 6000 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ 2 കിലോനും 10 കിലോനായിട്ട് പിടിച്ചെന്ന് കേൾക്കൂല. 1 ഗ്രാം 10 ഗ്രാം ജിന്ന സ്ഥലത്ത് എത്തിച്ചാൽ പെർ ഗ്രാമിന് 1000 റുപ്യ കമ്മീഷൻ. നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ പോക്കറ്റ് കാത്തുക്കണ്ട, ഉമ്മ വഴി ഉപ്പയിലേക്ക് എത്തി പൈസ കണ്ടെത്തണ്ട. അത് ഇരുട്ടിന്റെ മറവിൽ കണ്ടെത്തി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും, അതല്ലെങ്കിൽ വഴിയോരങ്ങളിൽ നിന്ന് ലഭിക്കും. സംഗതി ഒരു ഹെവി ടാസ്ക് ആണ്. വിത്തിൻ ഷോർട്ട് ടൈം കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചിൽ പോയി ഷവർമയും കഴിച്ച് സെക്കൻഡ് ഷോപ്പും പോയി അങ്ങനെ അന്തം വിട്ട് ജീവിക്കാം. ഇതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. പറഞ്ഞ പോലെ തന്നെ സമയം പരിമിതമാണ്. അല്ലേ? ഏതാനും ചില ചിന്തകളും കാര്യങ്ങളും മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത്. എവിടേക്കാണ് നമ്മൾ പോണത്? അപ്പൊ നമ്മൾ എന്തിനാണ് സമയം ചെലവഴിക്കണത്? പദാർത്ഥ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിനാണോ, അതല്ല സ്പിരിച്വൽ ആത്മീയ ജീവിതത്തിന്റെ ആനന്ദത്തിന് വേണ്ടി അർത്ഥവത്തായ സാന്നിധ്യ സമയങ്ങളെ നീക്കി വെക്കാൻ പറ്റുന്ന പക്വതയുള്ള പാരന്റിങ് പഠിച്ച രക്ഷിതാക്കളാണോ, ബ്രദേഴ്സാണോ, അങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ള മഹല്ല ഭാരവാഹികളാണോ, സംഘടന സാരഥികളും പ്രവർത്തകരും ഒക്കെയാണോ നമ്മൾ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ടൈം ഈസ് സോ പ്രീഷ്യസ് ആൻഡ് വാല്യബിൾ. അല്ലേ? സമയം എന്ന് പറഞ്ഞാൽ അത്രയും വാല്യബിൾ ആണ്. പൈസ നഷ്ടപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ അധ്വാനിച്ച് ഉണ്ടാക്കാം. അല്ലേ? പദവി നഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. അതേ അവസരത്തിൽ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാൻ കഴിയില്ല. ഉമ്മ എനിക്ക് ഇന്നലെ വേണമെന്ന് പറഞ്ഞാൽ ഉമ്മാക്കൊരു നിലക്കും കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയൂല. ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ മഗ്‌രിബ് അത് കഴിഞ്ഞു. ദഖാതു ഖൽബിൽ മർഇ ഖൈലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനീന. അതാണ് നമ്മുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സൂചി പറയാതെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലയോ മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും വെട്ടിമാറ്റിക്കൊണ്ടാണ് ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന്. മനസ്സിലായില്ലേ? 60 സെക്കൻഡാണ് കറങ്ങിയാൽ നമ്മുടെ 1 മിനിറ്റാണ് നഷ്ടപ്പെട്ടു. 60 മിനിറ്റ് അങ്ങ് കറങ്ങി തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ 1 മണിക്കൂറാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഉത്ബുദ്ധരാണ്, നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിന്റെ മുന്നൊരുക്കം
അഥവാ മരണത്തിന്റെ മുമ്പേ നമ്മുടെ സമയം ഏതൊക്കെ രൂപത്തിലാണോ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൽ തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം. അതിൽ 1, 2, 3 പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായി നമ്മളൊരു പുനർവിചിന്തനം നടത്തണം. എൻ്റെ ഡെയിലി ലൈഫ് ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നിലവിൽ കണ്ടംപററി ആയിട്ട്, ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട്, ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, എൻ്റെ സമയം എവിടൊക്കെയാണ് പോകുന്നത്, എൻ്റെ ജോലിക്ക് എത്ര സമയമാണ്, ആരാധനകൾക്ക് എത്ര സമയമാണ്, കുടുംബത്തിന് കൊടുക്കുന്ന സമയം എത്രയാണ്, നേരത്തെ പറഞ്ഞല്ലോ ദാമ്പത്യത്തിന് കൊടുക്കുന്ന സമയം എത്രയാണ്, ഇണകൾക്ക് കൊടുക്കുന്ന സമയം എത്രയാണ്, മക്കൾക്ക് കൊടുക്കുന്ന സമയം എത്രയാണ്. ഇതിലൊക്കെ തുലവും കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ വേനലിൽ അനുഭവിച്ചതിനേക്കാളും വരൾച്ചയാണ് നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ ദൗർബല്യം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രസംഗങ്ങളിൽ പറയാറുള്ളത് നമ്മുടെ വീടുകളൊക്കെ മസ്കനിൽ നിന്ന് മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങളായി തീർന്നു എന്നാണ്. എന്നാൽ നമ്മളെക്കാളും വലിയ ഉത്തരവാദിത്തം, ഭാരിച്ച റെസ്പോൺസിബിലിറ്റി, പരലോകബന്ധിതമായ എന്നാൽ ഐഹിക പ്രധാനവുമായിട്ടുള്ള ഡ്യൂട്ടി ഏറ്റെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമയത്തിരക്കുകൾക്കിടക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാമ്പത്യത്തിന് പ്രൈം ടൈം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പ്രിയതമയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അത് അടുക്കളയിലും അരങ്ങത്തുമൊക്കെ കൊടുത്ത് വേണ്ട വിധത്തിലൊക്കെ നൽകി ആവോളം സ്നേഹം പകർന്ന് നുകർന്ന് അങ്ങനെ ബാങ്ക് കൊടുത്താൽ നമസ്കാരത്തിന് പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പേരക്കുട്ടികളെ കളിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ദാമ്പത്യ ജീവിതം, അതിലെ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത്, അത് കൊടുക്കുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്ന് അറിയണം. അല്ലേ? അതേപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സമയം ഇതിനു വേണ്ടിയാ, അയൽവാസികൾക്ക് വേണ്ടി കൊടുക്കുന്ന സമയം, നമ്മുടെ നാവ്, അതേപോലെ സോഷ്യൽ മീഡിയകളിലെ ഉപയോഗം, ഇതൊക്കെ പോസിറ്റീവാണോ, പോസിറ്റീവായിട്ടാണോ നമ്മുടെ സമയം കൊടുക്കുന്നത് ആലോചിക്കണം. ഇസ്ലാം കംപ്ലീറ്റ് പോസിറ്റീവാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാലും പോസിറ്റീവായിട്ടാണ് ഒരു കാര്യത്തെ സമീപിക്കേണ്ടത് എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു കമൻറ്റ്, എൻ്റെ ഒരു പോസ്റ്റ്, എൻ്റെ ഒരു ഡിസ്കഷൻ, എൻ്റെ ഒരു സംസാരം, എൻ്റെ ഒരു പ്രസംഗം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സഹവാസം, എൻ്റെ സംസാരം, എൻ്റെ സമീപനം, ഈച്ച് എവരിത്തിങ് പോസിറ്റീവായിരിക്കണം എന്നാണ്. പോസിറ്റീവായി കഴിഞ്ഞാൽ പിന്നെ സമയം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല. കാരണം ഫലപ്രദമായതിന് മാത്രമേ ടൈം കൊടുക്കുകയുള്ളൂ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്, അറിവില്ലാത്തതിലും അതേപോലെ തന്നെ ആവശ്യമില്ലാത്തടത്തും പോയി തലയിട്ട് സമയം നഷ്ടപ്പെടുത്തുകയില്ല. ലാ ലററ വലാ ളിറാറ്, കുഴപ്പത്തിൽ ചെന്ന് ചാടൂല, കുഴപ്പമുണ്ടാക്കൂല. പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടൂല, പ്രശ്നം അവനെ കൊണ്ട് ഉണ്ടാകൂല എന്നാണ്. ഒരു വിശ്വാസി ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കൂല എന്നാണ്. ഇന്നാളായിട്ട് എത്ര സമയം സംസാരിക്കണം, അല്ലെ? ഇന്ന ഓരോ കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിൽ ചെയ്യണം, അത് ഇന്ന അനുഭവമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇന്ന രൂപത്തിൽ അത് തർത്തീബ് ചെയ്യണം. ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടാകണം. കാരണം എപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. യാത്രയാകുമ്പോൾ പിന്നെ മനുഷ്യൻ പറയും, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ അള്ളാഹുവേ കുറച്ചുകൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. അതാണ് നോക്കേണ്ടത്. നിങ്ങൾ പോയിട്ട് അടുത്ത വർഷത്തൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളൊക്കെ പിന്നിട്ട് ഹജ്ജും അറഫയും ബലിപെരുന്നാളും ത്യാഗനിർഭരമായി ഇബ്രാഹിമും ഇല്ലത്തും പാടവും ഒക്കെ പഠിച്ച് എത്രത്തോളം എത്തി. ഈ വർഷത്തെ കോവിഡിന് ശേഷം, നിപക്ക് ശേഷം, അതേപോലെ തന്നെ ഗസയിലെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നിർണായകമായ ഒരു എലക്ഷന് വലിയ ആശങ്കയിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ പടച്ചറബ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമാക്കി, നമുക്ക് അനുകൂലമാക്കി തരുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ശുക്രിലേക്ക് എത്തിയിട്ടുണ്ട്, സമയം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, സേവനം കൊണ്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് എന്ന് മരിക്കുന്ന മരണത്തിന്റെ മാലാക വരുന്ന സമയത്ത് പറയുന്ന ഒരു ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു ഫുൾഫിൽനെസ് നമ്മൾ ഉറപ്പുവരുത്തണം. ലഅല്ലി അഅമലു സ്വാലിഹ, കുറച്ചുകൂടി ആയുസ് തരികയെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണോ ഉപേക്ഷ വരുത്തിയത് എങ്കിൽ അതിലൊക്കെ ഞാൻ പൂർത്തീകരണം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് വിലപിക്കുകയാണ്. വല്ല പറയിക്കല്ല, വേണ്ട, ഇന്നഹ, അത് അവൻ്റെ ഒരു വാക്കാണ്, അതൊരു പൊയ് വർത്തമാനാണ്, അത് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. കണ്ട, അപ്പൊ നമ്മൾ നിർവഹിക്കണം. സൂറത്തു മുനാഫിഖൂല്ല എന്നെ ഓർമ്മ, അവസാനത്തെ ആയത്ത് ഇന്നും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അവധി ഡേറ്റ് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹ് നീട്ടിക്കൊടുക്കൂല.
അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ആഗ്രഹിക്കും എന്താ, കുറച്ച് ടൈമും കൂടി തരാന്നുണ്ടെങ്കിൽ പഠിച്ചോനെ ആ ചെക്കില് പള്ളിക്ക് വേണ്ടി, സെന്ററിന് വേണ്ടി, മദ്രസക്ക് വേണ്ടി, പാലിയേറ്റീവിന് വേണ്ടി, സദഖ ജാരിയക്ക് വേണ്ടി അള്ളാഹുവെ ആ ചെക്കില് ഒരു 50,000 ഒപ്പിടാനുള്ള ഒരു അവസരം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ടൈം അനുസരിച്ച് കിട്ടിയ സമയം കൊണ്ട് എന്താണോ നമുക്ക് ലാഭമായി തീരുന്നത് അനശ്വര ലോകത്തേക്ക് എങ്കിൽ അതിനനുസരിച്ച് സമ്പത്തിന് സമയത്തെയൊക്കെ നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുന്നു. അവസാനത്തെ ഒരു പോയിന്റ് ഈ അടുത്ത് വായിച്ച ഈ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തോട്ട് എന്ന നിലക്ക് ആ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നത്തെ കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബ സംവിധാനം, നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസോർഡർ ആകുമ്പോൾ എല്ലാ രക്ഷിതാക്കളും, മക്കളും, നമ്മളും, ഞാനും നിങ്ങളും ഒക്കെ, ഞാൻ എൻ്റെ വൈഫിനെ ഡിസ്കഷൻ നടത്തും, നിങ്ങളും ഡിസ്കഷൻ നടത്താറുണ്ട്. എങ്ങനെ നമുക്ക് മക്കളെ ഈ മൊബൈലിനെ രക്ഷപ്പെടുത്താം, എങ്ങനെ കുടുംബജീവിതത്തിൽ ഒരു തർത്തീബ് ഉണ്ടാക്കാം, എങ്ങനെ എല്ലാത്തിനും ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം കൊണ്ടുവരാം, നമ്മുടെ സാംസ്കാരിക അവബോധം വളർത്താം, എങ്ങനെ മൊറാലിറ്റിയും മോഡസ്റ്റിയും ഒക്കെ കീപ്പ് ചെയ്യാം, എങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ലൊരു മനുഷ്യനായി മാറാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിശ്ചയിച്ച പ്രകാരം നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മളൊന്ന് ക്രമീകരിക്കുക. ആ ഡെയിലി ലൈഫിനെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എത്തേണ്ടിടത്ത് അവരെത്തും, നമ്മളും അധ്വാന ഉപജീവന വിഷയത്തിൽ എത്തേണ്ടിടത്ത് എത്തും. നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം എന്താണോ സെറ്റ് ചെയ്യുന്നത്, ആ സെറ്റ് ചെയ്യുന്ന ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൗതിക രംഗത്തുള്ള സൈക്കോളജിസ്റ്റുകളും മോട്ടിവേഷൻ സ്പീക്കേഴ്സും റൈറ്റേഴ്സും ഒക്കെ പറയുന്നത്, അവരെന്താ പറയുന്നത്, ഇപ്പോൾ 1.5 കോടി, പിന്നെ 1.5 കോടി പുസ്തകം, 15 മില്യൺ എന്ന് പറഞ്ഞാൽ 1.5 കോടി കോപ്പി വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് 5 AM ക്ലബ് എന്ന് പറയുന്നത്. 5 മണി സമയം എന്ന് അതിൻ്റെ അർത്ഥം. 5 AM ക്ലബ്ബ്. റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ അതിൽ പറയാനുണ്ട്, 5 മണി ക്ലബിൽ ഉൾപ്പെട്ടാൽ ആ ഉൾപ്പെടുന്ന മനുഷ്യൻ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കംപ്ലീറ്റ് ഫിസിക്കലാണ്, ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. ആ ഗോളാണ് അതിൽ സംസാരിക്കുന്നത് റോബിൻ ശർമ്മ, അല്ലേ? നമ്മുടെ മക്കളൊക്കെ ഈ ദീന് വിട്ടതിൻ്റെ സിസ്റ്റം വിട്ടതിൻ്റെ ടൈമിംഗ് ഒക്കെ വിട്ടിട്ട് പൈസ അടച്ചുകൊണ്ട് ഭൗതിക പ്രധാനമായിട്ടുള്ള പിന്നെ സംഗതികൾക്ക് പോയി ചേർന്ന് മോട്ടിവേഷൻ നേടിയെടുക്കുക. എന്നാൽ അള്ളാന്റെ ദീനിലെ നമുക്ക് വേണ്ട ഓൾറെഡി മോട്ടീവ്ഡ് എന്ന അർത്ഥത്തിലുള്ളതൊക്കെ ഉണ്ട്, അത് നമ്മൾ തിരിച്ചു പിടിച്ചാൽ മതി. ആ 5 മണി സമയത്ത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൈലറ്റ് ആകണോ പൈലറ്റ് ആകും, ഡോക്ടർ ആകണോ ഡോക്ടർ ആകും, എഞ്ചിനീയർ ആകണോ എഞ്ചിനീയർ ആകും. എന്താണോ ആകേണ്ടത് അത് നിങ്ങൾക്ക് ആകാൻ കഴിയും. 5 മണിക്ക് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ്. അപ്പോൾ ആസ് എ നോർമൽ മുസ്ലിം, ഒരു നോർമൽ മുസ്ലിം എന്ന നിലക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ 5 മണിക്ക് എഴുന്നേൽക്കുക, സുബൈൻ്റെ മുമ്പ് എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കണതിന് മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഈമാനിന് വോൾട്ടേജ് കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ 4 മണിക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്ററാ, 2 ലോകം, ഇഹലോകവും പരലോകവും ഒരുമിച്ച് ലഭിക്കുന്ന വിജയത്തെക്കുറിച്ചാണ് പ്രഭാത സമയത്തുള്ള നമസ്കാരവും അതിന്റെ മുമ്പുള്ള തഹജ്ജുദും പ്രവാചകന്റെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് അതിന്റെ പ്രഭാത സമയത്ത് നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രവാചകന്റെ പ്രത്യേക പ്രാർത്ഥന കൊണ്ട് പരാമർശിക്കപ്പെട്ട പ്രഭാത സമയത്തുള്ള അനുഗ്രഹം ലഭിക്കാൻ പാകത്തിൽ ഉറക്കമുണരുന്ന, വീടുണരുന്ന എത്ര മുസ്ലിം കുടുംബങ്ങൾ നമ്മുടെ മഹല്ലുകളിലുണ്ട്, നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലുകളിലുണ്ട്. നമ്മൾ ആലോചിക്കുക. 5 മണിക്ക് എഴുന്നേൽക്കാൻ കഴിയുണ്ടോ? നമ്മൾ എഴുന്നേറ്റു, മക്കൾ എഴുന്നേൽക്കണില്ല. ഒന്നിച്ച് എഴുന്നേൽക്കാൻ കഴിയുണ്ടോ? എഴുന്നേൽക്കാൻ കഴിയണില്ല. എന്താണ് അതിന്റെ കാരണം? നേരത്തെ ഉറങ്ങാൻ കഴിയണില്ല. ആ സിസ്റ്റവും ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം നടപ്പിലാക്കിയാൽ മതി. എന്താ പറഞ്ഞത്? നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. നാച്ചുറൽ. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ഈ കാര്യം പ്രഭാതത്തിൽ ഏറ്റവും നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരുവിധം കർമ്മകാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. ഏറ്റവും സിനർജി ലഭിക്കുന്ന സമയം കൂടിയാണിത്. അപ്പൊ ഞാൻ പറയും, നമ്മുടെ ആഖിറത്തിനെയും ദുനിയാവിനെയും പരിപോഷിപ്പിക്കുന്ന, സക്രിയമാക്കി തീർക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതമാണ് സന്മാർഗ സ്ഥിരതയോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കാൻ പറഞ്ഞത്. അതിൽ നമ്മൾ
റോൾ മോഡലാകുക, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, ഫ്രണ്ട്ലിയായി മക്കളോട് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ സാധ്യതകൾ പങ്കുവെക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വിധേയപ്പെട്ടവരായി തീരുക. ഇബ്രാഹിമി മില്ലത്തിൻ്റെ ഒരു സമയം എന്ന നിലക്ക് അങ്ങനെയുള്ള ഇബ്രാഹീമുകളായിത്തീരുന്ന രക്ഷിതാക്കളും ഹാജറമാരായിത്തീരുന്ന മാതാക്കളും ഇസ്മായിലുകളായിത്തീരുന്ന മക്കളുമായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സമയം, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ അജണ്ടകൾ അത് രാജ്യത്തിനും സമൂഹത്തിനും മഹലിനും സമുദായത്തിനും സംഘടനക്കും അവനവൻ്റെ അക്കാഡമിക് ആൻഡ് ഫിസിക്കൽ ആൻഡ് എന്തൊക്കെയാണോ നമ്മൾ ഹലാലായി ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിലേക്കെല്ലാം സാക്ഷാത്കാരമാക്കി തീർക്കുന്നതാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, ആരോഗ്യം, സമ്പത്ത്, അതേപോലെ തന്നെ മക്കൾ, എല്ലാ സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വിവേകത്തോടെ അതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് വിശുദ്ധി ആർജിച്ചെടുത്ത് പരലോകമോക്ഷം നേടിയെടുക്കുന്ന അങ്ങനെ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശനം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ, അങ്ങനെയുള്ള മക്കളിൽ, ഇണകളിൽ, മാതാപിതാക്കളിൽ, രക്ഷിതാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ദാസീദാസന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ, സമൂഹത്തിൻ്റെ നിർഭയത്വമുള്ള സ്ഥിതിഗതികളെ നീ നിലനിർത്തി തരണമേ. അരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കണമേ നാഥ. അള്ളാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിലെ പോരാട്ടം നിർണായകമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോരാളികൾക്ക് നീ സ്ഥൈര്യം നൽകണമേ. കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ. കൊല്ലപ്പെട്ടവർക്ക് 10 മടങ്ങ് 10,000 ആ മണ്ണിൽ നീ നിശ്ചയിക്കണമേ നാഥ. അള്ളാഹുവേ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് സമാനമായി ഭരതനാമിന ഒരു നിർഭയത്വമുള്ള, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള നാടാക്കി നീ പ്രവാചകന്മാരുടെ പാദസ്പർശങ്ങളേറ്റ ആ മണ്ണിനെ മാറ്റണമേ. ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനം നീ സാധ്യമാക്കണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. شكرا لكم لحسن تعاونكم وسمعكم وصبركم. والسلام عليكم ورحمة الله.